നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നോവായി വയനാട്. ഒറ്റ രാത്രി കൊണ്ട് മലവെള്ളം നക്കിത്തുടച്ചത് ഒരു ദേശത്തിനെയാകെ. 2 ദിവസം ഔദ്യോഗിക ദുഃഖാചരണം. സാധ്യമായത് എന്തും ചെയ്യാൻ ഒരുക്കമായി സംസ്ഥാന സർക്കാർ. സഹായഹസ്തവുമായി കേന്ദ്രവും തമിഴ്നാടും. ഒരിടവേളയ്ക്ക് ശേഷം മഴയുടെ സംഹാരതാണ്ഡവം. ജില്ലയിലുടനീളം നാശനഷ്ടങ്ങൾ. കിണറിടിഞ്ഞും മതിലിടിഞ്ഞും വിവിധ ഇടങ്ങളിൽ അപകടം. റോഡുകളും വെള്ളക്കെട്ടിൽ. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണം. പണിമുടക്ക് പ്രഖ്യാപിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ്. റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രകടനവും പ്രതിഷേധയോഗവും. മന്ത്രിതല ചർച്ചയിലെ ഉറപ്പുകൾ നടപ്പിലാക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. വയനാട് ഉരുൾപൊട്ടൽ. മരണസംഖ്യ ഉയരാൻ സാധ്യത. പുലർച്ചെ 2 മണിയോടെയാണ് ഒരു നാടിനെ നടുക്കി ഒരു കുന്നൊന്നാകെ ഒലിച്ചെത്തിയത്. വയനാട് മുണ്ടക്കൈ പ്രഭവ കേന്ദ്രമായ ഉരുൾപൊട്ടൽ ചൂരൽമലയെയും ഗുരുതരമായി ബാധിച്ചു. നിരവധി കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത്. മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ 4 മരണങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഉയരുകയാണ്. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചു പോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇത് രക്ഷാപ്രവർത്തനത്തെയും കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. മുണ്ടക്കൈ ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഒരു പ്രദേശമാകെ ഒലിച്ചു പോയിരിക്കുകയാണ്. പുഴ ഗതിമാറി ഒഴുകിയെന്നാണ് വിവരം. എങ്കിലും ഒരു പുതിയ പുഴ രൂപപ്പെട്ട രീതിയിലാണ് 2 മുണ്ടക്കൈയിലൂടെയും കടന്നു പോകുന്നത്. ഇതോടെ മൃതദേഹങ്ങൾ ചാലിയാറിലേക്കും ഒഴുകിയെത്തി. 13 മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് കണ്ടെടുത്തത്. ദുരന്തത്തിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സകളിൽ കഴിയുന്നത് 100-ലധികം പേരാണ്. 50-ലേറെ വീടുകൾ, നിരവധി വാഹനങ്ങൾ എന്നിവ ഉരുൾപൊട്ടലിൽ തകർന്നും ഒലിച്ചും പോയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വയനാട്ടിലേക്കെത്തി. രക്ഷാപ്രവർത്തനത്തിനായി 200 അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ ദുരന്ത മേഖലയിലേക്കെത്തി. കണ്ണൂരിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും നേവി സംഘവും വയനാട്ടിലേക്ക്. ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും അടിയന്തരമായി വയനാട്ടിലെത്തും. സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് MEG ബാംഗ്ലൂരിൽ നിന്നാണ് എത്തുക. അതേസമയം സംസ്ഥാനത്ത് മഴക്കെടുതിയും രൂക്ഷമാണ്. ഇടുക്കി ഇടമലക്കുടിയിലേക്കുള്ള വഴി തകർന്നു. പെട്ടിമുടിയിൽ നിന്നും ഇടമലക്കുടിയിലേക്ക് പോകുന്ന വഴിയിലൂടെ ബസാറിലുള്ള മുൻപുള്ള പാലമാണ് തകർന്നത്. കനത്ത മഴയെ തുടർന്ന് തൃശൂരിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചു. വടക്കാഞ്ചേരി വള്ളത്തോൾ സെക്ഷനിലെ വെള്ളക്കെട്ട് കാരണം നിരവധി ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 14 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുന്നു. പാലക്കാട്, ചിറ്റൂർ, ആലത്തൂർ എന്നിവിടങ്ങളായി 100-ലധികം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും അടച്ചിരുന്നു. ദുരിതമായി ദേശീയപാത 66-ന്റെ നിർമ്മാണ പ്രവൃത്തി. പലയിടത്തും റോഡുകൾ വെള്ളത്തിൽ മുങ്ങി. എളയാവൂർ ജേർണലിസ്റ്റ് ക്വാർട്ടേഴ്സിന് സമീപത്തെ വെള്ളക്കെട്ടിൽ തൊട്ടടുത്ത വീട് മുങ്ങി. പലയിടത്തും വെള്ളം പോകേണ്ട കൾവേട്ടുകൾ മാലിന്യം നിറഞ്ഞ് അടഞ്ഞ അവസ്ഥയിലാണുള്ളത്. എളയാവൂർ ജേർണലിസ്റ്റ് ക്വാർട്ടേഴ്സിന് സമീപമാണ് ദുരവസ്ഥ. NH66-ന്റെ വർക്ക് നടക്കുന്നതിൻ്റെ സമീപത്തെ വെള്ളം പോകേണ്ട കൾവെട്ട് അടഞ്ഞതിനാലാണ് തൊട്ടടുത്ത വീട്ടിൽ വെള്ളം കയറിയത്. ഇന്നലത്തെ മഴയ്ക്ക് രാത്രി മുതൽ നല്ല വെള്ളമായിരുന്നു. പുലർച്ചെയായപ്പോഴാണ് ഉറക്കം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പം കണ്ടത് മുറ്റത്ത് നല്ല വെള്ളമായിരുന്നു. തറക്ക് ലെവലിൽ നമ്മുടെ സിറ്റ് ഔട്ട് ലെവലിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത വീട്ടിനകത്തോളം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അകപ്പടിച്ചു പോയി. കുറച്ച് വീട് കുറച്ച് റോഡുമായിട്ട് കുറച്ച് താണ സ്ഥലമാണ്. പക്ഷെ എന്താ നല്ല മഴയത്ത് വെള്ളം നല്ലോണം കയറിയിട്ടുണ്ട്. ഡ്രെയിനേജിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഡ്രെയിനേജിൽ എന്തൊക്കെയോ ബ്ലോക്കായത് കാരണം തോന്നുന്നു വെള്ളം ബ്ലോക്കായിട്ട് ആകെ എല്ലാവരും പേടിച്ചു പോയി. വല്ലാതെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. കൂടാതെ മുണ്ടയാട് കാട്ടുമ്മൽ ചാൽ റോഡിന് സമീപത്തുള്ള ഓടകൾ NH66 റോഡിന്റെ മണ്ണ് വന്ന് നിറഞ്ഞതിനാൽ സമീപത്തുള്ള സുകുമാരൻ എന്നിവരുടെ വീട്ടുമുറ്റം സ്ഥിരമായി ചളിയും മണ്ണും വന്ന് നിറയുകയാണ്. എളയാവൂരിൽ മതിലിടിഞ്ഞും അപകടം. സോണൽ താർ റോഡിന് സമീപമുള്ള വീടിന്റെ മതിലിടിഞ്ഞാണ് സമീപത്തെ വീട്ടിലേക്ക് വീണത്. മേയറടക്കമുള്ള പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. തിങ്കളാഴ്ച രാത്രി ഉഗ്രശബ്ദത്തോടുകൂടിയായിരുന്നു മതിൽ ഇടിഞ്ഞു വീണത്. എളയാവൂർ സോണൽ താർ റോഡ് സമീപത്തുള്ള ഹമീദിയ, മൻസിൽ, റഹിയൻഡന്ത് എന്നിവരുടെ വീടിനോട് ചേർന്നുള്ള നജ്മ എന്നിവരുടെ വീടിന്റെ മതിലിടിഞ്ഞാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഇത് രാത്രി നമ്മൾ നല്ല ഉറക്കത്തിലായിരുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ 2:15 പെട്ടെന്ന് ഭയങ്കര ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലും കൂടി ഊഹിക്കാൻ പറ്റാത്തൊരു ശബ്ദമാണ്. എല്ലാവരും ഇങ്ങനെ കുട്ടികളെ അടക്കം എണീറ്റ് കൂട്ടക്കരച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി നോക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നു. വല്ലാതെ വിഷമത്തിലാണ്. കിണറും ആൾമാറി ഏത് വലിയ ഘടകം ഇതിൽ വീടിൻ്റെ ചുമരും ഒക്കെ പോയി കിടക്കുകയാണ്.
എന്താ ഒന്നും ചെയ്യാതെ പറ്റാതൊരു ചുറ്റുപാട്. അങ്ങനെ നമ്മൾ മെമ്പർ ഷാഹിനൊക്കെ വന്ന് എല്ലാവരോടും വന്നിട്ടുണ്ട്. ശരി, എന്നാൽ ഓക്കെ. കിണറൊക്കെ പോയിരിക്കുന്നു, കിണറിൻ്റെ ആൽമാരി ഇതൊക്കെ തകർന്നിരിക്കുന്നു, റൂമിന് കുളിമുറിക്ക് സംഭവിച്ചിരിക്കുന്നു, വീട്ടിനും കേടുപാട് പറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ വലിയ പ്രശ്നങ്ങളാണ്. എന്തായാലും 2-3 ലക്ഷം റുപ്യൻ്റെ നാശനഷ്ടങ്ങളെ കാണാൻ സാധിക്കുന്നു. ഭീമ കംപ്ലീറ്റ് പോയി കിടക്കും. ആദ്യം ഭീമിൽ കെട്ടിയതാണ്, ഭീമ വാർത്തിട്ട് കെട്ടിയതാണ്, എല്ലാം പോയി. എന്തായാലും ഒരു 3 ലക്ഷത്തിന് മേലെ എന്തായാലും ഫസ്റ്റ് ഉണ്ടാകുന്നത്. 2:30 മണിക്ക് മുതൽ ഇവർക്ക് ആകെ വെപ്രാളപ്പെട്ട് എല്ലാവരും വിളി തുടങ്ങി. പക്ഷെ 2:30 മണിക്കൊന്നും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. വന്ന് നോക്കുമ്പോൾ വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ബന്ധപ്പെട്ട അധികാരികളൊക്കെ നമ്മൾ വിവരം കൊടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് നമ്മുടെ സോണൽ ഓഫീസിലെ ഹെൽത്ത് ഇൻസ്പെക്ടറും ജയച്ചയും വർക്കേഴ്സും എല്ലാം ഞങ്ങളോടൊപ്പം തന്നെയുണ്ട്. കിണറിന്റെ ആൾമറയും ശുചിമുറി, ബെഡ്റൂമിന്റെ ജനലുകൾ എല്ലാറ്റിനും കേടുപാടുകൾ സംഭവിച്ചു. ഏകദേശം 3 മണിക്കാണ് നമ്മൾ സംഭവം അറിയുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ഫോൺ വന്നതിന് ശേഷം പിന്നെ നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. ഭയാനകമായ ഇടിച്ചിലാണ് ഇവിടെ ഇടിഞ്ഞത്. ഏകദേശം 10-18 വർഷമായി ഈ ഘടകം കെട്ടിയത്. അപ്പോൾ ഈ ഘടകം വീണ് താത്ത വീട്ടിലുള്ള ജനലും അതുപോലെ തന്നെ മതിലൊക്കെ ആകെ പിന്നെ നാശനഷ്ടമായിട്ടുണ്ട്. കിണറൊക്കെ നാശനഷ്ടമായിട്ടുണ്ട്. വളരെ ഭയാനകമായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളോടൊക്കെ മാറി താമസിക്കണമെന്നാണ് ഇവിടെ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത്. കൗൺസിലർ ഷാഹിന, ആരോഗ്യ പ്രവർത്തകർ, മേയർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പല ഭാഗങ്ങളിലുമുണ്ട്. ഇന്നലെ അർദ്ധരാത്രി തുടങ്ങിയ മഴയാണ് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ പിന്നെ കണ്ണൂർ സിറ്റി ഭാഗത്തുണ്ട് വെള്ളം കയറിയ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് 2 വീടുകൾക്കാണ് അപകടാവസ്ഥ ഉണ്ടായത്. അതുപോലെ വാരം ഡിവിഷനിലും ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അവിടെ അങ്ങനെ അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥ വല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദുരന്ത നിവാരണ ഒരു സേന രൂപീകരിച്ചിട്ടുണ്ട്. അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്തു വരികയാണ്. അതോടൊപ്പം തഹസിൽദാരെയും വില്ലേജ് ഓഫീസറൊക്കെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട വീട്ടുകാർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കിട്ടുന്നതിനുള്ള ഇടപെടൽ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വീണ്ടും അപകടം ഉണ്ടാകാതിരിക്കാൻ കുടുംബ വീട്ടിലേക്കോ മറ്റോ മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി 2:30ഓടെയാണ് ഉഗ്രശബ്ദത്തോടുകൂടി മതിൽ ഇടിഞ്ഞത്. കനത്ത മഴയെ തുടർന്ന് വീട്ടുകിണർ ഇടിഞ്ഞു താണു. മുണ്ടേരി കച്ചേരിപ്പറമ്പിലാണ് സംഭവം. വടക്കേ വളപ്പിൽ രാജന്റെ വീട് കിണറാണ് രാവിലെ ഇടിഞ്ഞു താണത്. കിണറിലെ മോട്ടോറടക്കം നശിച്ചിട്ടുണ്ട്. 1.5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. മുണ്ടേരി കച്ചേരിപ്പറമ്പിൽ വടക്കേ വളപ്പിൽ രാജന്റെ വീടിനടുത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. ഇന്ന് രാവിലെ 9 മണിയോടെ വൻ ശബ്ദത്തോടെ കിണർ ഇടിഞ്ഞു താഴുകയാണ് ഉണ്ടായതെന്നും അടുത്തിടെ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുകയും സ്ഥിരമായി വെള്ളമെടുക്കുന്ന കിണറാണെന്നും രാജന്റെ ഭാര്യ ബിന്ദു പറഞ്ഞു. രാവിലെ ഒരു 8:45-9 മണിക്കുള്ളിലായിരുന്നു ഞാൻ ശബ്ദം കേട്ടിട്ട് പോയി നോക്കുമ്പോൾ കിണറ മുഴുവനായിട്ട് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് വെള്ളമെടുക്കുന്ന കിണറാണ്. ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായിട്ട് നമ്മൾ പുതുക്കിപ്പണിഞ്ഞ കിണറാണ്. അപ്പോൾ വമ്പൻ നഷ്ടമാണ്. ഒരു 1.5 ലക്ഷത്തിൻ്റെ നഷ്ടം നമുക്ക് എന്തായാലും വന്നിട്ടുണ്ട്. കിണറിൽ സ്ഥാപിച്ച മോട്ടോർ അടക്കം കിണർ ഇടിഞ്ഞപ്പോൾ താഴ്ന്നുപോയി. 1.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇനി വാർത്തയിൽ ഒരിടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നോവായി വയനാട്. ഒറ്റ രാത്രി കൊണ്ട് മലവെള്ളം നക്കി തുടച്ചത് ഒരു ദേശത്തിനെയാകെ. 2 ദിവസം ഔദ്യോഗിക ദുഃഖാചരണം. സാധ്യമായത് എന്തും ചെയ്യാൻ ഒരുക്കമായി സംസ്ഥാന സർക്കാർ. സഹായഹസ്തവുമായി കേന്ദ്രവും തമിഴ്നാടും. ഒരിടവേളയ്ക്ക് ശേഷം മഴയുടെ സംഹാരതാണ്ഡവം. ജില്ലയിലുടനീളം നാശനഷ്ടങ്ങൾ. കിണറിടിഞ്ഞും മതിലിടിഞ്ഞും വിവിധ ഇടങ്ങളിൽ അപകടം. റോഡുകളും വെള്ളക്കെട്ടിൽ. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണം. പണിമുടക്ക് പ്രഖ്യാപിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ്. റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രകടനവും പ്രതിഷേധയോഗവും. മന്ത്രിതല ചർച്ചയിലെ ഉറപ്പുകൾ നടപ്പിലാക്കണമെന്നും ആവശ്യം. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician.
പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. കാറ്റിൽ കടപുഴകി വീണ കുടംപുളി മരത്തിന് പുതുജീവനേകിയ അഹമ്മദ് കുട്ടിയെ വാരം UP സ്കൂളിലെ സീഡ് ക്ലബ് അംഗങ്ങൾ ആദരിച്ചു. 40 വർഷത്തിലധികമായി മുറ്റത്ത് പ്രൗഢിയോടെ നിന്നിരുന്ന കുടംപുളി മരം കാറ്റിൽ നിലംപുത്തിയപ്പോൾ ആ മരത്തെ JCBയും ക്രെയിനും ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നട്ടു. ഈ സൽപ്രവൃത്തിക്കാണ് വാരം UP സ്കൂളിന്റെ ആദരം. വാരം UP സ്കൂൾ SRG കൺവീനറായ M പ്രീന ടീച്ചർ, സീഡ് ക്ലബ്ബ് കൺവീനറായ E അഞ്ജു ടീച്ചർ എന്നിവർ വൃക്ഷത്തൈകൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിച്ചു. സീഡ് ക്ലബ്ബ് കൺവീനറായ N വിഷ്ണുശങ്കർ മാസ്റ്റർ അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് കടപുഴകി വീണത്. പ്രകൃതി തന്നിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ട വൃക്ഷത്തെ പറിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം ക്രെയിനും മണ്ണുമാന്തിയും ഉപയോഗിച്ച് വൃക്ഷത്തിന് പുതുജീവനേകി. മരങ്ങളും ജീവജാലങ്ങളും നമ്മുടെ കൂടപ്പിറപ്പുകൾ തന്നെയാണെന്ന അവബോധം വിദ്യാർത്ഥികളിൽ ഉണർത്തുവാൻ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഉപകരിച്ചു. പ്രകൃതി സംരക്ഷണം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന അവബോധം നാളത്തെ തലമുറയായ വിദ്യാർത്ഥികളിൽ ഉടലെടുക്കേണ്ടതുണ്ട്. പ്രകൃതിയെ മറന്ന് സ്വാർത്ഥതയുടെ പുറകെ പോകുന്ന ഇന്നത്തെ കാലത്തിന് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടെ നൽകിയ കാഴ്ച വിദ്യാർത്ഥികൾ വളരെ കൗതുകത്തോടെയാണ് സ്വീകരിച്ചത്. വാരം UP സ്കൂൾ SRG കൺവീനറായ M പ്രീന ടീച്ചർ, സീഡ് ക്ലബ്ബ് കൺവീനറായ E അഞ്ജു ടീച്ചർ എന്നിവർ വൃക്ഷത്തൈകൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിച്ചു. സീഡ് ക്ലബ്ബ് കൺവീനറായ N വിഷ്ണുശങ്കർ മാസ്റ്റർ അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ചു. തൻ്റെ മുറ്റത്തെ ചെടികളെയും മരങ്ങളെയും വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം പരിചയപ്പെടുത്തി. മണ്ണിനെയും മരങ്ങളെയും അറിയാനും അവയെ സംരക്ഷിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെയുടെ കാവലാളായി ഞങ്ങളും ഉണ്ടാകും എന്ന മരത്തെ തൊട്ട് തലോടി പ്രതിജ്ഞയെടുത്താണ് വിദ്യാർത്ഥികൾ അവിടെ നിന്നും മടങ്ങിയത്. കേരള കോൺഗ്രസ് ബിയിൽ നിന്നും രാജിവെച്ച് LDFിലെ മൂന്നാം കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് ചെമ്പേരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സഹപ്രവർത്തകരും ജില്ലാ മുൻ ഭാരവാഹികളുമായ PS ജോസഫ്, KK രമേശൻ, ജോസഫ് കോക്കാട്ട്, ഷോണി അറക്കൽ, ജോയ്ച്ചൻ ബേലിക്കകത്ത്, അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, V ശശിധരൻ, തോമസ് PV, ജോയ്ച്ചൻ മണിമല, കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PV ജോർജ്, യൂത്ത് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി സായൂജ് പാട്ടത്തിൽ എന്നിവരും രാജിവെച്ച് തന്നോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിയുമായുള്ള ലയന പ്രഖ്യാപനം ചെയർമാനുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ജോസ് ചെമ്പേരി പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസുകളുടെ ഐക്യം അനിവാര്യമാണ്. പ്രത്യേകിച്ച് കൃഷിക്കാരുടെ രക്ഷയ്ക്ക് വേണ്ടി ജന്മം കൊണ്ട് ഒരു പാർട്ടി വളരെ വേഗം ഒന്നാകേണ്ടിയിരിക്കുന്നു. അതിനാദ്യപടിയായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ LDFിൽ നിൽക്കുന്ന 4 ഘടകങ്ങൾക്കൊന്നാകാമല്ലോ. അതിനാദ്യപടിയായി ഞാൻ ഉൾപ്പെടെ
എന്നോടൊപ്പമുള്ള ജില്ലാ കമ്മിറ്റി പൂർണ്ണമായിട്ടും കേരള കോൺഗ്രസ് ബിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. തലശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റി ഒറ്റക്കെട്ട്, കണ്ണൂർ നിയോജകമണ്ഡലം കമ്മിറ്റി അവരുടെ ഭാരവാഹികളൊക്കെ പുറത്തുണ്ട് കേട്ടോ. ഇരിക്കൂർ നിയോജകമണ്ഡലം കമ്മിറ്റി, തളിപ്പറമ്പ് നിയോജകമണ്ഡലം കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി പൂർണ്ണമായി നിൽക്കുക. എൻ്റെ അടുത്തിരിക്കുന്നവർ, തൊട്ടടുത്തിരിക്കുന്ന ജോസഫ് കോക്കാട്ട് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. തൊട്ടടുത്ത പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് കെ രമേശൻ തലശ്ശേരി. ഇത് ഷോണി അറക്കൽ, ഓഫീസ് ചാർജുള്ള ജില്ലാ സെക്രട്ടറി. തൊട്ടടുത്തിരിക്കുന്നത് മുൻ ജില്ലാ, ഒരു മാസം മുമ്പേത്തേക്കും ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട്. അലൂമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ മേഖലാ സമ്മേളനം ഗുരുഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ്, SSLC ഹയർ സെക്കൻഡറി എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് എത്തിയിട്ടുള്ള കുട്ടികൾ കൃത്യമായി ഇനി എന്താണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ഇനിയും നമ്മളൊരു തീരുമാനത്തിലെത്തണം. ചില നാൾ രക്ഷിതാക്കൾ സ്കൂളിൽ അയച്ചതുകൊണ്ട് സ്കൂളിൽ പഠിച്ചു എന്നതിനപ്പുറം ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആരാണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നമ്മുടെ കഴിവിനനുസരിച്ച് എല്ലാവർക്കും കഴിവുകളുണ്ട്. പക്ഷേ എല്ലാവരുടെ കഴിവുകൾ വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഡോക്ടർ എഞ്ചിനീയറാകാൻ കഴിയില്ല. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഒരുപാട് അനന്ത സാധ്യതയുള്ള വിദ്യാഭ്യാസ മേഖലയുണ്ട്, തൊഴിൽ മേഖലയിൽ അതുപോലെ തന്നെ ഒരുപാട് അനന്ത സാധ്യതയുള്ള തൊഴിൽ മേഖല നമ്മുടെ മുമ്പാകെയുണ്ട്. അപ്പോൾ ആ മേഖലകൾ കണ്ടെത്തി അല്ലേ ആ മേഖലയിലേക്ക് പോകാൻ ഞാൻ എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ആ രീതിയിലേക്ക് പോകാൻ ആവുന്ന തരത്തിൽ, അതിന് പര്യാപ്തമായ തരത്തിൽ നമ്മൾ കുട്ടികൾ തയ്യാറാകണമെന്നാണ് അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ചടങ്ങിൽ ഈ വർഷത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച മെമ്പർമാരുടെ മക്കളെ ആദരിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ കുട്ടികളെ അനുമോദിക്കൽ ചടങ്ങ് നടത്തി. കണ്ണൂർ മേഖലാ പ്രസിഡന്റ് രൂപേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് രാജേഷ് N മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സെക്രട്ടറി K സജീഷ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാജീവൻ കണ്ണാടിപ്പറമ്പ്, ട്രഷറർ രാകേഷ് PP, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രകാശൻ പാറപ്പുറം, കണ്ണൂർ ജില്ലാ ട്രഷറർ അനിൽകുമാർ, മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രസൂൽ വടക്കുംപാട്, റിസർച്ച് വിംഗ് കമ്മിറ്റി റിജിൽ TK, ജില്ലാ പ്രസിഡന്റ് രാജേഷ് N, എക്സിക്യൂട്ടീവ് മെമ്പർ ഫിറോസ് വാരം തുടങ്ങിയവർ പങ്കെടുത്തു. അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷന്റെ 3ാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി മേഖലാ തലങ്ങളിൽ നടക്കുന്ന സമ്മേളനമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ രംഗത്ത് ഇന്ന് വന്നിട്ടുള്ള പ്രതിസന്ധികളും കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അലൂമിനിയം വിതരണം ചെയ്യുന്ന ഷോപ്പുകളിൽ ബന്ധപ്പെട്ട് അറിയിക്കുകയും മെറ്റീരിയൽസിൻ്റെ ഗുണമേന്മ നമ്മുടെ വർക്കിനെ വല്ലാതെ ബാധിക്കുന്ന ആശങ്ക ഇന്നിവിടെ പങ്കെടുത്ത അംഗങ്ങളെല്ലാവരും പങ്കുവയ്ക്കുകയും അതിനു വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളുവാൻ ഷോപ്പുകാരുമായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ അപകടം നിറഞ്ഞ മേഖലയാണ് നമ്മുടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ തൊഴിൽ രംഗം. അപകടങ്ങൾ പരിക്കുപറ്റിയവരെ സഹായിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതികളും ക്ഷേമനിധി ബോർഡിൽ നമ്മുടെ നിരന്തര പ്രവർത്തനത്തിൻ്റെ ഫലമായി നമുക്ക് അംഗത്വം രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യം സർക്കാരിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളും നമ്മുടെ സംഘടനയുടെ ദീർഘകാല പ്രവർത്തനത്തിൻ്റെ ഫലമായി ലഭിച്ചിട്ടുള്ളതാണ്. ഇനി വാർത്തയിൽ ഒരിടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നോവായി വയനാട്. ഒറ്റ രാത്രി കൊണ്ട് മലവെള്ളം നക്കി തുടച്ചത് ഒരു ദേശത്തിനെയാകെ. 2 ദിവസം ഔദ്യോഗിക ദുഃഖാചരണം. സാധ്യമായത് എന്തും ചെയ്യാൻ ഒരുക്കമായി സംസ്ഥാന സർക്കാർ. സഹായഹസ്തവുമായി കേന്ദ്രവും തമിഴ്നാടും. ഒരിടവേളയ്ക്ക് ശേഷം മഴയുടെ സംഹാരതാണ്ഡവം. ജില്ലയിലുടനീളം നാശനഷ്ടങ്ങൾ. കിണറിടിഞ്ഞും മതിലിടിഞ്ഞും വിവിധ ഇടങ്ങളിൽ അപകടം. റോഡുകളും വെള്ളക്കെട്ടിൽ. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണം. പണിമുടക്ക് പ്രഖ്യാപിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ്. റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രകടനവും പ്രതിഷേധയോഗവും. മന്ത്രിതല ചർച്ചയിലെ ഉറപ്പുകൾ നടപ്പിലാക്കണമെന്നും ആവശ്യം. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ?
കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് AIBEA 2 ദിവസത്തെ പണിമുടക്ക് സമരം ആരംഭിച്ചു. കണ്ണൂർ റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. മുൻ മേയർ TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ആവശ്യങ്ങൾ അത് ന്യായമല്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. സമരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളും സമരങ്ങളുടെ ചരിത്രവും പാരമ്പര്യവും അവർ പറയും. എന്നാൽ ആവശ്യങ്ങൾക്കാണോ? ഇന്ന് ആവശ്യങ്ങൾ അനവധിയാണ്. 8 വർഷത്തിലധികമായി ഒരു ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ ഭരിക്കുന്നു. ആ ഭരണം കൊണ്ട് ഭരണത്തിന് നേതൃത്വം നൽകുന്നവർക്ക് അല്ലാതെ മറ്റൊരു വിഭാഗത്തിനും ഒരു നേട്ടവുമില്ല എന്ന് മാത്രമല്ല, അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ പോലും ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാത്ത ഭരണകൂടമായി മാറിയിരിക്കുന്നു. ആ ഭരണകൂടത്തിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള മറ്റു പല സംവിധാനങ്ങളും അതും അതിനപ്പുറമായി നിൽക്കുന്നു എന്നതാണ് അവസ്ഥ. അതുതന്നെയാണ് കേരള ബാങ്കിലും, അതുതന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലായാലും അധ്യാപകരുടെ കാര്യത്തിലായാലും എന്ന് വേണ്ട എല്ലാ മേഖലയും സർവ്വമേഖലയും ഏറ്റവും വലിയ പ്രതിസന്ധികൾ നേരിടുന്ന നിലയിലേക്ക് നിൽക്കുന്നു. ഇപ്പൊ സമരം ചെയ്യുമ്പോൾ എന്താണ് അവസ്ഥ? ആ സമരം എന്ന് പറയുന്നത് കേവലം കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിലെ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള സമരമല്ല. കേരള ബാങ്കിലെ എംപ്ലോയീസ് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ സംഘടന സമരം ചെയ്ത് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുമ്പോൾ അത് കൈപ്പറ്റാൻ വേണ്ടി നിൽക്കുന്നവരാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ. അവരാണ് ഇതിന്റെ പിന്നിൽ. ഇത് വിജയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അവരാണ്. ഒഴിവുകൾ നികത്തുക, 4 വർഷത്തെ DA കുടിശ്ശിക അനുവദിക്കുക, 5 മാസം മുമ്പ് തന്ന മന്ത്രിതല ചർച്ചയിലെ ഉറപ്പുകൾ നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. AK സതീശൻ അധ്യക്ഷത വഹിച്ചു. മനോജ് കൂവേരി, P സുനിൽകുമാർ, ഹഫ്സ മുസ്തഫ, TP സാജിദ്, KP പ്രദീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. അജയ് P നായർ, പ്രിയ P, V മനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി.
ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ച് കണ്ടന്റ് റൈറ്റർ, ഡാറ്റ അസോസിയേറ്റ് തസ്തികകൾക്കായി ചെന്നൈ, ഹൈദരാബാദ് എന്നീ ഓഫീസുകളിലേക്ക് ഓഗസ്റ്റ് 1-ന് ആമസോണും, മാനേജർ തസ്തികകളിലേക്ക് ഓഗസ്റ്റ് 7-ന് റിലയൻസും പൂൾസ് ക്യാമ്പസ് പ്ലേസ്മെന്റ് സംഘടിപ്പിക്കുന്നു. 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വാർഷിക ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. തുടക്കക്കാർക്കും ജോലി പരിചയമുള്ളവർക്കും പ്രായഭേദമില്ലാതെ അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ www.chintech.ac.in എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ചാർജുകളോ മറ്റ് ഫീസുകളോ ഉണ്ടാകുന്നതല്ല. ആമസോൺ കമ്പനിയിലേക്ക് 10ാം ക്ലാസ് മുതൽ കുറഞ്ഞത് 60% മാർക്ക് നേടിയവരാകണം. അപേക്ഷകർ ഭക്ഷണ വൗച്ചർ, യാത്രാ ഓവർ ടൈം പേ ഔട്ട്, നൈറ്റ് ഷിഫ്റ്റ് അലവൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, ജോലി സ്ഥലത്തു നിന്നും 250 കിലോമീറ്ററിന് പുറത്ത് സ്ഥലം മാറുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥലമാറ്റ ആനുകൂല്യം എന്നിവ നൽകും. ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ പ്രാവീണ്യം അനിവാര്യമാണ്. രജിസ്റ്റർ ചെയ്തവർ CV-യും ലാപ്ടോപ്പും ഹെഡ്ഫോണും സഹിതം രാവിലെ 9:30 ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എത്തണമെന്ന് ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രിൻസിപ്പൽ ഡോക്ടർ VO വിമൽ അറിയിച്ചു. നമ്മളെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിരമായി ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ നമ്മളെ പുറത്തുള്ള കണ്ണൂരിലെ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു പൂൾഡ് ക്യാമ്പസ്, അതായത് ചിൻടെക്കിന് പുറത്തുള്ള വിദ്യാർത്ഥികൾക്കും ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ആഗസ്റ്റ് 1-ാം തീയതിയും 7-ാം തീയതിയും സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എയർപോർട്ടും അതിനുള്ള ഫെസിലിറ്റീസും ഒക്കെ വന്നെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു IT കമ്പനി അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ആസ്ഥാനമായിട്ട് കണ്ണൂർ ഇതുവരെ വന്നിട്ടില്ല, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോളേജ് പോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പ്രൊഫഷണൽ കോളേജുകൾ ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കണ്ണൂർ പിന്നെയും നമ്മളെ പഴയ കണ്ണൂരായി തന്നെ തുടരും. MBA മേധാവി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നിഷിത് ആനന്ദ്, അശ്വിൻ പ്രകാശ് എന്നിവരും പങ്കെടുത്തു. റെയ്ഡ്കോയുടെ ഓണക്കിറ്റിന്റെ ജില്ലയിലെ ആദ്യ ഓർഡർ സ്വീകരിക്കാൻ വലിയ വെളിച്ചം മരിയൽ അപ്പാരൽസിൽ നടന്നു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റെയ്ഡ്കോ ചെയർമാൻ M സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാൻ റെയ്ഡ്കോ ഇടപെടൽ മാതൃകാപരമാണെന്ന് സ്പീക്കർ പറഞ്ഞു. റെയ്ഡ്കോ CEO രതീശൻ ആദ്യ ഓർഡർ സ്വീകരിച്ചു. മരിയൻ അപ്പാരൽസിൽ നിന്നുമാണ് ആദ്യ ഓർഡർ ലഭിച്ചത്. സംസ്ഥാന തലത്തിൽ 2 ലക്ഷം ഓണക്കിറ്റുകളാണ് റെയ്ഡ്കോ വിൽപ്പനക്കായി ഒരുക്കിയിരിക്കുന്നത്. A സിജിൻ, MK രാകേഷ് എന്നിവർ സംസാരിച്ചു. ഉത്തര മലബാറിലെ പ്രശസ്ത ചിത്രകലാ ആനിമേഷൻ വിദ്യാലയമായ ബ്രഷ്മെൻസ് സ്കൂൾ ഓഫ് ആർട്സ് 40ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനവും ചിത്രശില്പ പ്രദർശനവും ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 4-ാം തീയതി വരെ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കുമെന്ന് സംഘാടകർ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 31-ന് രാവിലെ 11 മണിക്ക് ചിത്രപ്രദർശനവും സമ്മേളനവും ലളിതകലാ അക്കാദമി സെക്രട്ടറിയുമായ ബാലമുരളി ഉദ്ഘാടനം ചെയ്യും. ചിത്രകല താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് ചിത്രകലാ പഠനത്തിന് വേദിയൊരുക്കുകയും അതുപോലെ 2 വർഷത്തെ KGC ഫൈൻ ആർട്സ് ക്ലാസ്സുകളും ഹോബി ക്ലാസ്സുകളും പിന്നെ വെക്കേഷൻ സമയത്ത് ചെറിയ കുട്ടികളുടെ സർഗാത്മകത പ്രകടിപ്പിക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് വെക്കേഷൻ ക്ലാസ്സുകളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങൾ ഈ 40ാം വാർഷികത്തിൻ്റെ ഓരോ വിവിധ പ്രോഗ്രാമുകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ഒരു ചിത്രകലാ ക്യാമ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു കുട്ടികളെ മത്സരം ഏപ്രിലിൽ ഓൺലൈനായിട്ട് സംസ്ഥാന തലത്തിൽ ഒരു ചിത്രരചനാ മത്സരം നടത്തി. പിന്നെ അതുപോലെ ഇപ്പോൾ ഇതൊരു സമാപന സമ്മേളനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്രഷ്മാൻസ് സ്കൂൾ ഓഫ് ആർട്സിൻ്റെ കളക്ഷനിലുള്ള ഒരു 50ഓളം ചിത്രങ്ങളും പിന്നെ ആ ക്യാമ്പിലെല്ലാം ചെയ്തിട്ടുള്ള വർക്കുകളുമാണ് നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നത്. 5 ദിവസമാണ് ചിത്രം. നാളെ രാവിലെ ശ്രീ ബാലമുരളീകൃഷ്ണൻ നമ്മുടെ അക്കാഡമി ചെയർമാനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം ശ്രീ മദനൻ്റെ രേഖാചിത്ര രചനയും ഉണ്ടാവും. ബ്രഷ്മാൻസ് കളക്ഷനിലുള്ള 50ഓളം ചിത്രങ്ങളും ശില്പങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 31-ന് വൈകുന്നേരം 3 മണിക്ക് പ്രശസ്ത ചിത്രകാരൻ മദനൻ രേഖാചിത്രരചനയെക്കുറിച്ച് ക്ലാസ് എടുക്കും. ഓഗസ്റ്റ് 1-ാം തീയതി വൈകിട്ട് 3 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി പ്രശാന്ത് ഒളവിലം വാട്ടർ കളർ ഡെമോൺസ്ട്രേഷൻ നടത്തും. 2-ന് രാവിലെ 11:30 ലളിതകലാ അക്കാദമി വൈസ് ചെയർമാനുമായ എബിൻ N ജോസഫ് അക്രിൽ കളർ പോർട്രേറ്റ് ഡെമോൺസ്ട്രേഷൻ നടത്തും. 3:30 പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത ചിത്രകാരനുമായ ധനേഷ് മാമ്പ വാട്ടർ കളർ ആൻഡ് ഇങ്ക് കളർ ഡെമോൺസ്ട്രേഷൻ നടത്തും. 3-ന്
1 രാവിലെ 11 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥിയും ചിത്രകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ പ്രമോദ് അടുത്തില ഒറിഗാമി പേപ്പർ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കും. വൈകിട്ട് 3:30 പൂർവ്വ വിദ്യാർത്ഥിയും ചിത്രകാരനുമായ BTK അശോക് അക്രലിക് കളർ ലാൻഡ്സ്കേപ്പ് ഡെമോൺസ്ട്രേഷനും നടത്തും. 4 രാവിലെ 11 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമം. വൈകിട്ട് 3:30 നടക്കുന്ന സമാപന സമ്മേളനം ലളിതകലാ അക്കാദമി ചെയർമാനുമായ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ MC ശ്രീജിത്ത്, ശിവദാസൻ, ധനേഷ് മാമ്പ, C രാജീവ് കുമാർ, KV വിഷ്ണു എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6340 രൂപ, പവന് 50,720 രൂപ, വെള്ളി 89 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നോവായി വയനാട്. ഒറ്റ രാത്രി കൊണ്ട് മലവെള്ളം നക്കി തുടച്ചത് ഒരു ദേശത്തിനെയാകെ. 2 ദിവസം ഔദ്യോഗിക ദുഃഖാചരണം. സാധ്യമായത് എന്തും ചെയ്യാൻ ഒരുക്കമായി സംസ്ഥാന സർക്കാർ. സഹായഹസ്തവുമായി കേന്ദ്രവും തമിഴ്നാടും. ഒരിടവേളയ്ക്ക് ശേഷം മഴയുടെ സംഹാരതാണ്ഡവം. ജില്ലയിലുടനീളം നാശനഷ്ടങ്ങൾ. കിണറിടിഞ്ഞും മതിലിടിഞ്ഞും വിവിധ ഇടങ്ങളിൽ അപകടം. റോഡുകളും വെള്ളക്കെട്ടിൽ. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണം. പണിമുടക്ക് പ്രഖ്യാപിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ്. റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രകടനവും പ്രതിഷേധയോഗവും. മന്ത്രിതല ചർച്ചയിലെ ഉറപ്പുകൾ നടപ്പിലാക്കണമെന്നും ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.